പ്രണയിക്കാൻ എനിക്ക് നീ മാത്രം മതി. നീ എന്നും എൻ്റേത് മാത്രമല്ലേ. എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നീ എന്നും എൻ്റേത് മാത്രമല്ലേ എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നീ എന്നും എൻ്റേത് മാത്രമല്ലേ. നിന്നെ എനിക്കല്ലാതെ ആർക്കാണ് ലഭിക്കാൻ പോവുക? നീ എൻ്റേത് മാത്രമാണ്. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നീ എനിക്ക് ലഭിക്കാതെ മറ്റാർക്കെങ്കിലും ലഭിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നീ എന്നെ വിട്ട് പോകുമോ? നിനക്കതിന് കഴിയുമോ? ഞാൻ നിന്നെ സ്നേഹിച്ച ഓരോ നിമിഷങ്ങളിലും നിനക്കതെല്ലാം മറന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയുമോ? എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ അല്ലേ ഉള്ളൂ. എത്രയെത്ര ദിനങ്ങൾ ഒരുമിച്ച് നാം മുന്നോട്ട് കൊണ്ടുപോയി. എത്രയെത്ര സംഘർഷങ്ങളും എത്രയെത്ര പ്രതിസന്ധികളും നമ്മളുടെ ജീവിതത്തിലുണ്ടായി. അതെല്ലാം തരണം ചെയ്തുകൊണ്ട്, അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ ഒന്നായി പോയില്ലേ. നീ ഇല്ലാതെ എനിക്ക് എന്ത് ജീവിതമാണ് ഇനി ശേഷിക്കുന്നത്? നിൻ്റെ ഒപ്പമുള്ള ചിരികളും സന്തോഷങ്ങളും മാത്രമല്ലേ എനിക്ക് പ്രതീക്ഷ. അതിനു വേണ്ടിയല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. വേറെ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? നിന്നോടൊപ്പം ചിലവഴിച്ചും നിന്നോടൊപ്പം ജീവിച്ചും എനിക്ക് മുന്നോട്ട് പോകണം. അല്ലാതെ ഞാനില്ല ഒന്നിനും. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നീ എന്നും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ചിരികളും നിൻ്റെ കൊഞ്ചലുകളും നിൻ്റെ എന്നോടുള്ള സ്നേഹപ്രകടനങ്ങളും എല്ലാം കണ്ട് മുന്നോട്ട് പോകണം. കാരണം നീ എന്നും എൻ്റേത് മാത്രമാണ്. എനിക്ക് നീയല്ലാതെ ആരും വേണ്ട. എനിക്ക് നീയല്ലാതെ ഒന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിന്നെ കാണാനാണ്, നിന്നെ ഇഷ്ടപ്പെടാനാണ്, നിന്നെ അറിയാനാണ്. നിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും എന്നെ മോഹിപ്പിക്കുന്നില്ല. അല്ലെങ്കിലും നിനക്കപ്പുറത്തേക്കുള്ള ഒരു മോഹവും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുമില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആ സ്നേഹം, അതിൻ്റെ കരുതൽ, അത് മാത്രം മതി എനിക്ക്. എത്ര കാലം വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. എൻ്റെ കാത്തിരിപ്പുകൾ നിന്നെക്കുറിച്ചാകുമ്പോൾ എത്ര കാലമാണെങ്കിലും അത് ഞാൻ അറിയാതെ പോകും. കാരണം നിന്നെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിന്തകളിലൂടെ ജീവിക്കുമ്പോൾ ഞാനും നീയും എപ്പോഴേ ഒന്നായെന്ന് ഞാൻ അറിയുന്നു. നീ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നിന്നെ അല്ലാതെ മറ്റെന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിച്ചാൽ, നീ ഇല്ലാത്തൊരിടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ എനിക്ക് ഭ്രാന്തായിരിക്കും. എനിക്കതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനേ കഴിയില്ല. എൻ്റെ മനസ്സ് അതിലൊന്നും നിൽക്കുകയുമില്ല. എനിക്ക് നിന്നെ മാത്രം മതി. നിൻ്റെ ഉള്ളിലുള്ള ഓരോ വേദനകളും ഓരോ ചിരികളും അത് അറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം. എനിക്ക് നിന്നോടൊത്ത് മുന്നോട്ട് പോകണം. എനിക്ക് നിന്നോടൊത്ത് മാത്രം ജീവിക്കണം. നീ ഇല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. നീ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുക പോലും വേണ്ട. കാരണം നീയാണ് എൻ്റെ എല്ലാം. നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അത്ര മാത്രമാണ്. എൻ്റെ സ്നേഹം നീ അനുഭവിച്ചിട്ടുണ്ടാകും, നീ അറിഞ്ഞിട്ടുണ്ടാകും, നീ കണ്ടിട്ടുണ്ടാകും. ഒരു കളങ്കവുമില്ലാതെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ലോകത്ത് ഞാനും നീയും മാത്രമാകുന്ന ഒരു ദിവസം. ഇപ്പോഴേ അത് അങ്ങനെയാണ്. ചുറ്റുപാടും ഒരുപാട് മനുഷ്യരുണ്ടെങ്കിലും, ഒരുപാട് അവസ്ഥകളും ഒരുപാട് സ്ഥലങ്ങളും അവിടെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും, നിന്നെ കണ്ടതിന് ശേഷം, നിന്നെ ഇഷ്ടപ്പെട്ടതിന് ശേഷം നിന്നെ അല്ലാതെ ഒന്നിനെയും ഞാൻ അറിയുന്നില്ല. നീ അല്ലാതെ ഒന്നിനെക്കുറിച്ചും എനിക്ക് കേൾക്കുകയും വേണ്ട. കേവലം നിന്നിലേക്ക് മാത്രമായി ഞാൻ ഒതുങ്ങിയിരിക്കുന്നു. കേവലം നിന്നെ മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നു. നീ ഇല്ലാതെ എനിക്കൊന്നും വേണ്ട. നീ ഇല്ലാതെ എൻ്റെ മനസ്സിൽ ഒന്നും വരികയും വേണ്ട. ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഒക്കെ നിന്നെ മാത്രമാണ്.
നീ ഇല്ലാത്തൊരു ദിവസം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നെന്നും നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ, എന്നും നീ അരികിലുണ്ടെങ്കിൽ എനിക്ക് ആശങ്കകളില്ല, എനിക്ക് കൂടുതൽ പ്രതീക്ഷകളുമില്ല. ഞാൻ എന്തിനാണ് നിനക്കപ്പുറത്തേക്കൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്? എൻ്റെ പ്രതീക്ഷകളുടെയും എൻ്റെ സ്വപ്നങ്ങളുടെയും മാക്സിമം, പരമാവധി നീയാണ്. എൻ്റെ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും അവസാന വാക്ക് നീയാണ്. നിനക്കപ്പുറത്തേക്ക് എന്തെങ്കിലും നേടിയാൽ അതിനെന്ത് പ്രസക്തിയാണുള്ളത്? നിന്നെ അല്ലാതെ മുഴുവൻ നേടിയാൽ അതിനും എന്ത് പ്രസക്തിയാണുള്ളത്? നിൻ്റെ ചിരികളും നീ എന്നോട് കാണിക്കുന്ന സ്നേഹവും നീ എന്നോട് കാണിക്കുന്ന ആത്മാർത്ഥതയും എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള നിൻ്റെ ഭയവും ഒക്കെ എന്നെ ആകർഷിക്കുകയാണ് നിന്നിലേക്ക്. ഓരോ നിമിഷവും നിന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിന്നിലേക്ക് അടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ഞാൻ മനസ്സ് നിറച്ച് കാണുന്നത് നിന്നെ മാത്രമാണ്. നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വേദനകളുണ്ടാകും ഞാൻ അറിയാത്തത്. ഓരോ നിമിഷവും നീ എന്നോട് പറയാത്ത ആ വേദനകൾ എന്തെന്ന് കണ്ടെത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആ വേദനകൾ ഇല്ലാതെയാക്കി നിൻ്റെ മനസ്സിലെ ഉള്ളിലെ ആ തേങ്ങലുകൾ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നെ സ്നേഹമായതുകൊണ്ടാണ്, എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിന്നിലെ തേങ്ങലുകൾ ഇല്ലാതാക്കാൻ നോക്കുന്നത്. കാരണം എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. എനിക്കറിയില്ല ഞാൻ എന്തിനായിരുന്നു നിന്നെ സ്നേഹിച്ചത്. എൻ്റെ മനസ്സിലറിയാതെ, എൻ്റെ ഹൃദയം മനഃപൂർവ്വം തിരഞ്ഞെടുക്കാതെ നീ എന്നിലേക്ക് വന്നു. നീ വന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു നീ എൻ്റെ ഹൃദയം കീഴടക്കാനാണ് വന്നതെന്ന്. നിന്നെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓരോ നിമിഷവും ഞാനും നീയും അടുത്തടുത്ത് പോയി. ഇനി അകലാൻ കഴിയില്ല. ഇനി അകലുന്നതിനേക്കാൾ നല്ലത് എനിക്ക് നിന്നെ കാണണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നിന്നെ സ്നേഹിക്കണ്ടായിരുന്നു. സ്നേഹിച്ച് കഴിഞ്ഞിട്ട് നിന്നിൽ നിന്ന് അകലാൻ പറഞ്ഞാൽ അത് അസാധ്യമാണ്. കാരണം നിൻ്റെ അപ്പുറത്തേക്കൊരു അസ്തിത്വം എനിക്കിപ്പോൾ ഇല്ല. നീ എന്താണോ അത് മാത്രമാണ് ഞാൻ. മുൻപ് ഞാനെന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരാളില്ല. അത് നീ മാത്രമാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ഇഞ്ചും നീ കീഴടക്കിയിരിക്കുന്നു. ഇനി നിന്നെ അല്ലാതെ മറ്റെന്താണ്, നീയല്ലാതെ മറ്റെന്താണ് എന്നിൽ അവശേഷിക്കുന്നത്? മുഴുവൻ നീ മാത്രമായി മാറിയിരിക്കുന്നു. നിന്നെ അല്ലാതെ ഞാൻ ആരെ സ്നേഹിക്കാനാണ്? എന്നെ അല്ലാതെ നീ ആരെ ഉൾക്കൊള്ളാനാണ്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.